നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകാം. കൊച്ചിയിൽ നിന്നും മത്സ്യ മാർക്കറ്റിൽ നിന്ന് റിയ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും റിയ, അവിടെയും ഈ വില വർധനവ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഈ മത്തിക്കല്ലാതെ മറ്റേതൊക്കെ മീനുകൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ആളുകൾ വന്ന് മീൻ വാങ്ങി പോകുന്നുണ്ടോ? അക്ഷയ, അതായത് മീൻ വാങ്ങാൻ വരുന്നവര് മത്തിനെ നോക്കി എൻ്റെ പൊന്നു മത്തി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ എറണാകുളത്തുള്ളത്. കാരണം പൊന്നിന്റെ വിലയാണ് മത്തിക്ക്. ഇതാ കിടക്കുന്നു. ഈ കടയിലൊക്കെ വളരെ കുറച്ച് മാത്രം മത്തിയുള്ളൂ. നമുക്കിതാ കടയിൽ നോക്കാം. ആൾക്കാർ അത്രേ വാങ്ങുന്നുള്ളൂ. പലരും കണ്ട് നോക്കി ഇതാ ഒന്ന് തൊട്ടൊക്കെ നോക്കി പോകുന്ന അവസ്ഥയിലാണ് മത്തിയുള്ളത്. നെയ്ച്ചാള എന്നൊക്കെ പറയും. മുട്ടുള്ള സമയമാണ്. അപ്പൊ ആൾക്കാർ നോക്കിയിട്ട് എന്റെ പൊന്നു മത്തി ഇത് എങ്ങോട്ടാ ഈ വില കുതിച്ചു കയറുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇതാ വാങ്ങാൻ വന്ന കുറച്ച് ആളുകളുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. 380, 400 കയറി. അല്പം ഒന്ന് താന്നിപ്പോ 340, 360 ആണ്. 2 ദിവസമായിട്ട് ഇവിടെ വന്ന് ഇത് കിട്ടാനില്ല. രാവിലെ വന്ന് തന്നെ അപ്പോൾ തന്നെ തീരും. ഇന്നെന്തായാലും 1 കിലോ കിട്ടി. പേഷ്യന് കാത്തു നിന്ന് 1 കിലോ കിട്ടി. എന്താ ഇങ്ങനെ വില കുതിച്ചു കയറുമ്പോ വാങ്ങാൻ പറ്റുമോ? ഒരു പിടിയില്ല. നമുക്കൊന്ന് വാങ്ങിക്കാൻ. പച്ചക്കറി ആണെങ്കിൽ തക്കാളിക്ക് 100 രൂപ, പച്ചമുളകിന് 180 അങ്ങാണ്ട്, ഇഞ്ചിക്ക് 280 രൂപ. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? വന്ന് കണ്ട് തൊട്ട് പോകും. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പോലെ ഇതിലേക്ക് വന്ന് തൊട്ടിട്ട് തിരിച്ചു പോവാ. ഇത് മാത്രം, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒന്ന് മണത്തിട്ട് പോകും, ഉച്ചയ്ക്ക് മണം ഓർത്ത് കഴിക്കും. അത് തന്നെ. ഇത് ഇവിടെ വന്ന് മണപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ചോറ് കഴിച്ചാൽ മതിയല്ലോ. അതാണ് ഇപ്പോഴത്തെ ഏക ആശ്രയം. കണ്ടു എന്നൊരു ആശ്വാസത്തിൽ നമുക്കിത് ഫ്രീ ആയിട്ട് നമുക്കിത് കിട്ടും ഇവിടെ വന്നാലും. വില കൂടിയപ്പോ എന്താ വീട്ടിലൊക്കെ പറയത്തില്ലേ? മീൻ വാങ്ങി വരാൻ പറയുമ്പോ എന്താ മറുപടി? ഇപ്പൊ ചമ്മന്തി അരയ്ക്കുന്നത്, ചമ്മന്തി അരയ്ക്കുക, തൈരും കൂട്ടി കഴിക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. കുറയുന്നൊരു പ്രതീക്ഷയുണ്ടോ? അത് കുറെ യാതൊരു ചാൻസും ഇല്ല. ഇപ്പം ട്രോളിങ് വന്നിട്ട് 10 ദിവസം കണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും 2 മാസം ഇതൊക്കെ തന്നെ. എന്തായാലും 1 കിലോ വാങ്ങിച്ചു. ഇന്ന് രാജാവിനെ പോലെ ഉച്ചയ്ക്ക് മത്തി പൊരിച്ചത് കൂട്ടി കഴിക്കുക. വർഗീസ് ചേട്ടൻ പറഞ്ഞ പോലെ വന്ന് കണ്ട് ഒന്ന് മണത്ത് പോകും, ഉച്ചയ്ക്ക് ആ മത്തി കൂട്ടി ആ മണം ഓർത്ത് കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന കേരളത്തിലെ ഓരോ മനുഷ്യന്മാരുടെ, അതായത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ വളരെ തമാശ രൂപേണയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം പല വീടുകളിൽ അങ്ങനെ ആയിട്ടുണ്ടാവും. ഇപ്പം മീനൊന്നും വാങ്ങാനുള്ള ഈ പറഞ്ഞല്ലോ 340 രൂപ കൊടുത്ത് മീൻ വാങ്ങുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമേ അല്ല. അപ്പോൾ പിന്നെ ഇത് കണ്ടുപോവുക, ചമ്മന്തി കൂട്ടി ചോറുണ്ണാനുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലേ. മറ്റു മീനുകളുടെ വില കൂടി ഒന്ന് ചോദിക്കാൻ അറിയാം അവിടുന്ന്. മറ്റു മീനുകളും വിലയിലൊട്ടും പിന്നിലല്ല. അയലയ്ക്ക് 360 വില. കിളിമീന് 380 മുകളിലേക്ക് കടന്നിട്ടുണ്ട്. കൂട്ടത്തിലുള്ള അയക്കൂറയ്ക്ക് വില കൂടി 900. ആവോലിക്ക് 960 എത്തിയിട്ടുണ്ട്. മോതയ്ക്ക് നെയ്മീനൊക്കെ ഏതാണ്ട് 2000-നോടടുത്ത് 1500 മുകളിലേക്ക് വില കൂടി. അങ്ങനെ എല്ലാവരും മീന് പൊന്നിന്റെ വിലയായി മാറിയിട്ടുണ്ട്. മത്തി സാധാരണക്കാരെല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരുന്ന മീനാണ്. അതിനിങ്ങനെ വില കയറിയപ്പോഴാണ് ആളുകൾക്ക് നെഞ്ചിടിപ്പ് കൂടിയത്. നമുക്കത് കട ഉടമയോട് ചോദിക്കാം. ഈ പൊന്നും വില കൊടുത്ത ആൾക്കാർ വാങ്ങാറുണ്ടോ? ഒരുവിധപ്പെട്ടവരെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകും. എല്ലാവർക്കും ആവശ്യമുള്ള മീൻ, അതുകൊണ്ട് എല്ലാവരും മീൻ വാങ്ങിക്കും. ഒക്കെ ബോക്സിൽ അടച്ച് സൂക്ഷിച്ചേക്ക് വരുന്നല്ലോ. ഇല്ലില്ല, അത് അത്യാവശ്യക്കാരും മത്തി ചോദിച്ചു വാങ്ങിക്കും. എല്ലാവരും വന്ന് വാങ്ങിക്കും. അപ്പൊ പുറത്തിടേണ്ട കാര്യമില്ല. വരുമ്പോ പുറത്ത് ഏറ്റവും കൂടുതൽ കാണാറുള്ള മത്തിയായത്. ഇന്ന് അങ്ങനെ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. സെക്യൂരിറ്റി ഉറപ്പാക്കി അതൊന്നുമല്ല, അത് മത്തി കുറവാണ്. ഉള്ളത് നമ്മുടെ അത്യാവശ്യം കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാനായിട്ട് വെച്ചേക്കണത്. നല്ല രീതിയിൽ വില കുറയാൻ സാധ്യതയുണ്ടോ? കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ. വില കുറയാൻ സാധ്യതയുണ്ട്. കാരണം വള്ളക്കാർ ഒരുപാട് പോയി വന്നു കഴിഞ്ഞാൽ വില കുറയും. വില കുറയാതിരിക്കില്ല. ട്രോളിംഗ് സമയമാണ്, അത് കഴിയും വരെ കാത്തുക്കണം. ഇല്ലില്ല, അതിന് മുന്നേ തന്നെ വില കുറയും. ഇപ്പോൾ ഒരുവിധം മീൻ ആയി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് ചാളയുടെ വില. ചാള അയില ഇപ്പോൾ ഭയങ്കര വിലയാണ്. അയില 360 ആ റേഞ്ചൊക്കെയാണ് അയിലയുടെ വില. ചാള കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 400 ഇതൊക്കെ ആയിരുന്നു. ഇപ്പം 340 വരെ എത്തിയിട്ടുണ്ട്. മിക്കവാറും കുറയും എന്ന് തന്നെ ഒരു വിശ്വാസം. പഴയ കച്ചവടത്തിനെ അപേക്ഷിച്ച് ഇപ്പം ഇത്തിരി കച്ചവടം കുറവാണ്. ഈ വില കൂടി നിൽക്കുന്നതുകൊണ്ട്. പിന്നെ 1 കിലോ വാങ്ങിക്കണവർ വന്നിട്ട് 100 രൂപയ്ക്കൊക്കെ ചാള വാങ്ങിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അല്ലാതെ എന്ത് ചെയ്യാനാണ്? അവസ്ഥ അതാണല്ലോ മോശം. പക്ഷേ ഈ വാർത്ത കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഒന്ന് ആശ്വസിക്കാം. കാരണം ചേട്ടൻ പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോൾ അല്പം ഒന്ന് താന്നേക്കുന്നതാണ്. അത് നമുക്കൊരാശ്വാസ വാർത്തയാണ്. നേരത്തെ പറഞ്ഞ ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില അയക്കൂറയ്ക്കാണോ ആവോലിക്കാണോ? അയക്കൂറക്ക് 900. അത് പലയിടങ്ങളിൽ 1600
ആ റേഞ്ചൊക്കെ ഉണ്ട് പീസ്, നെയ്മീൻ്റെ പീസ്. നെയ്മീൻ കുറവാണ് ഇപ്പോൾ. ആവോലി ഇപ്പോൾ വന്നത് 960 രൂപയാണ് വില. ഇപ്പോൾ വിൽക്കുന്ന വില നല്ല വിലയായ മീനാണ്. വിൽക്കുന്ന വിലയാണ് 960. ഒരുപ്പെട്ട മീനെല്ലാം വിലയാണ്. കരിമീൻ 680. എന്നാലും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. കാര്യം ചോദിക്കട്ടെ, മേടിക്കാൻ വരുന്നവർ ഞെട്ടി മടങ്ങാറുണ്ടോ? വേണ്ട മത്തി വേണ്ടെന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനെ വില കൂടുതലാണെന്ന് പറയാം. എന്നാലും എല്ലാവർക്കും മത്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 100 രൂപയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകും. ആവോലിയൊക്കെ എന്നും വലിയ പൈസയുള്ള മീൻ തന്നെയാണ്. പക്ഷെ മത്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ ആദ്യം എല്ലാവരും ആശ്രയിക്കുന്ന മീനാണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീനാണ്. 10 രൂപയ്ക്കൊക്കെ മത്തി വാങ്ങിയ കാലം ഓർത്തു പോവുകയാണ് ഈ വിലയൊക്കെ കേൾക്കുമ്പോൾ. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. പച്ചക്കറി മാർക്കറ്റിലാണ് രാഹുൽ ജീനാഥ് ഉള്ളത്. രാഹുൽ, നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് വരുമ്പോൾ പ്രാദേശികവാദം പറയുന്നല്ല എങ്കിൽ പോലും ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയിൽ മാറ്റമുണ്ട്. തെക്കോട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലും പച്ചക്കറി കഴിക്കുന്ന ആളുകളാണ്. രാവിലെയും ഉച്ചയ്ക്കാണ് പച്ചക്കറിയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊക്കെ ഇടം പിടിക്കുന്ന പച്ചക്കറിയാണ്. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിലും വലിയ ഓരോ ആഴ്ച കഴിയുമ്പോൾ, ദിവസം കഴിയുമ്പോഴും 10 രൂപേൻ്റെയൊക്കെ വ്യത്യാസം പല പച്ചക്കറിക്കും ഉണ്ടാകുന്നുണ്ട് അവസ്ഥയുണ്ട്. എന്താണ് വില വർധനവ് എത്രത്തോളം മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്? എന്താ അവസ്ഥ? അക്ഷയ, തീർച്ചയായും ഇപ്പോൾ ഈ വടക്കുന്നുള്ള 2 റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈ മീനിൻ്റെയൊക്കെ വില എത്രമാത്രം വിലയുണ്ട് മീനിന്, അല്ലെങ്കിൽ ഈ തൊട്ടും മണത്തും മാത്രം പോകുന്നവർ ഇങ്ങോട്ട് വരൂ, പച്ചക്കറി കഴിക്കാമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നിലവിൽ തക്കാളിക്കും മുരിങ്ങയ്ക്കയും ഒഴികെ ബാക്കിയെല്ലാം വിലക്കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ചേട്ടാ, ഏതിനൊക്കെയാണ് ഇപ്പോൾ വില കൂടുതലുള്ളത്? ഇവിടെയുള്ള മുരിങ്ങ, തക്കാളി എത്ര രൂപയായി? മുരിങ്ങ 50-60 രൂപ വിറ്റത് ഇപ്പോൾ 150-160 രൂപയായി. തക്കാളി അതുപോലെ 40-50 രൂപ വിറ്റത് 80 രൂപയായി. 80. ബാക്കി എല്ലാത്തിനും വിലക്കുറവാണ്. ബാക്കിയെല്ലാം ഈ മുളകെല്ലാം 120 രൂപ വിറ്റ മുളക് 50 രൂപ കിലോ. തൊണ്ടമുളക് 400 രൂപ വിറ്റ തൊണ്ടമുളക് 60 രൂപ കിലോ. കിലോയ്ക്കാണ് 60 രൂപ വില. അതുപോലെ 40 രൂപ 50 രൂപ പോലെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ആശ്വസിക്കാനുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഉള്ള വിലയെന്ന് ഇപ്പം അവർക്ക് ആശ്വസിക്കാം, വാങ്ങിക്കാം സാധാരണക്കാർക്ക്. ആളുകൾ എത്തുന്നുണ്ടോ? കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? ഇവിടെ 4 സൈഡും റോഡെല്ലാം വെട്ടി കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വാഹനത്തിൽ വരുന്നവരാരും വരുന്നില്ല. അതായത് ബുദ്ധിമുട്ടാണ്. അല്ലാതെ നടന്നു വരുന്നവരൊക്കെ മാത്രം വന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ബിസിനസ് കുറച്ച് ബാധിക്കും. വില കൂടിയെന്ന് വില ഇപ്പം കുറഞ്ഞ്, അത്രയേ ഉള്ളൂ. നേരത്തെ ഇരുന്നതിന് വില കുറഞ്ഞ് എല്ലാ സാധനം. ഈ 2 ഐറ്റം മാത്രം നേരത്തെ ഇരുന്ന് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ 2 ഐറ്റത്തിന്റെ കാര്യങ്ങളാണ് കച്ചവടക്കാർ പറയുന്നത്. തക്കാളി മുരിങ്ങയ്ക്കും വില കൂടി. തക്കാളിക്ക് 50 രൂപയായിരുന്നു, ഒരാഴ്ചയായി 80 രൂപയാണ്. മുരിങ്ങയ്ക്കും അതുപോലെയാണ്. നമുക്ക് ആ സാധനങ്ങൾ വാങ്ങുന്നവരോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് വില? പച്ചക്കറി മൊത്തത്തോടെ ഇപ്പോഴും വില കൂടുതലാണ്. മഴ സമയമല്ല, ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. മഴ സമയമായതുകൊണ്ട് പിന്നെ വില കുറയുമ്പോൾ ഒരു വില കുറയ്ക്കും, വില കൂടുന്ന സമയത്ത് വില കൂടും. ബുദ്ധിമുട്ടാണോ സാധനങ്ങൾ വാങ്ങിയത്? ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഞാൻ കച്ചവടത്തിനാണ് വാങ്ങിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ തക്കാളിക്കും മുരിങ്ങയ്ക്കും മാത്രമേ വില കൂടിയിട്ടുള്ളൂ പറയുന്നത്. ബാക്കിയുള്ളതിനും അങ്ങനെ ഉണ്ടോ? വില കൂടുതലുണ്ടോ? ബാക്കിയുള്ളതിനും പച്ചമുളകൊക്കെ ഇപ്പം വില കുറവുണ്ട്. തക്കാളിയും മുരിങ്ങയൊക്കെയാണ് ഇപ്പം ഭയങ്കര റേറ്റിൽ നിൽക്കുന്നത്. പിന്നെ ഇപ്പം മഴ സമയമല്ല, ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. മഴ സമയമുണ്ട് ഇത്ര വില കൂടുതലാണ്. ഞാൻ കച്ചവടത്തിനാണ് വാങ്ങിച്ചുകൊണ്ട് പോകണത്. നമ്മളിവിടുന്ന് കിട്ടുന്ന വിലയ്ക്ക് 5 രൂപ കൂട്ടി കൊടുക്കും. നമുക്ക് വണ്ടിക്കൂലി എല്ലാം അങ്ങനെ കഴിക്കും 5 രൂപ കൂട്ടി. ഇത് 2 മാത്രമേ ഉള്ളൂ വില, ബാക്കിയെല്ലാം വില കുറവാണ്. ശരി രാഹുൽ, എന്തായാലും പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. തക്കാളിക്കും മുരിങ്ങാക്കോലിനുമാണ് ഇപ്പോൾ വില കൂടിയത്. തക്കാളിക്ക് നല്ല വില വർധനവുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയെല്ലാം വാങ്ങാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ